കഴിഞ്ഞ ഒരു വർഷമായി മേഖലയിൽ കുരങ്ങുശല്യം വ്യാപകമാണ്. സരസമ്മയും മകൻ രാഹുലും കഴിഞ്ഞിരുന്ന ഓടുമേഞ്ഞ വീട്ടിൽ കുരങ്ങുശല്യം രൂക്ഷമായിരുന്നു. അടച്ചുറപ്പുള്ള ഒരു വീട് നിർമ്മിച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ട് സരസമ്മയും മകനും മുട്ടാത്ത വാതിലുകളില്ല. കഴിഞ്ഞ മെയ്യിൽ മന്ത്രി VN വാസവൻ പങ്കെടുത്ത നെടുങ്കണ്ടത്തെ പരാതി പരിഹാര അദാലത്തിൽ പങ്കെടുത്ത സരസമ്മ തന്റെ വിഷമം മന്ത്രിയെ അറിയിച്ചിരുന്നു. പരാതി പരിഗണിച്ച് മുൻഗണനാ വിഭാഗത്തിൽ വീടിന് അനുമതി നൽകാൻ മന്ത്രി VN വാസവൻ ശാന്തൻപാറ പഞ്ചായത്ത് അധികൃതർക്ക് നിർദ്ദേശം നൽകി. എന്നാൽ നടപടിക്രമങ്ങൾ വൈകിയതോടെ സരസമ്മയും മകനും വീണ്ടും ദുരിതത്തിലായി. അപ്പം പ്രസിഡന്റ് പറഞ്ഞായിരുന്നു, ഈ കുരങ്ങൊക്കെ കയറി വന്നതിൻ്റെ തെളിവൊക്കെ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കണം. ഇനിയും നിങ്ങളും മന്ത്രിനെ പോയി കണ്ടിട്ട് വാ, നിങ്ങൾക്ക് എന്നാലും തരുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ചോദിച്ചു പ്രസിഡന്റ്, ഞാൻ മന്ത്രി ഓർഡർ ഇട്ടതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു, ഓർഡർ ഇട്ടതാണ്, പക്ഷേ നിങ്ങളെ ഞാൻ അറിയുന്നില്ല, കൊച്ചിനെ എൻ്റെ കൂടെ വിടാത്തത് കൊണ്ട് നിങ്ങളെ ഞാൻ അറിയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ പെണ്ണുങ്ങൾ വരണ്ടെന്ന് പറഞ്ഞു. ഇനിയും കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊക്കെ കുറവാണ്. കാരണം എനിക്ക് മന്ത്രി തന്നതാണ്, മന്ത്രി അദ്ദേഹം തന്നതാണ്, പിന്നെ കളക്ടർ അദ്ദേഹം തന്നതാണ്. ഇവർ തരുന്നില്ല എനിക്ക്, അതുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തതെന്ന് ബോധ്യമായി. ഇതോടെയാണ് സരസമ്മയ്ക്കൊപ്പം തൊഴിലുറപ്പ് ജോലി ചെയ്യുന്നവർ ചേർന്ന് ഷീറ്റ് ഉപയോഗിച്ച് അടച്ചുറപ്പുള്ള ഷെഡ് നിർമ്മിച്ച് നൽകിയത്. ഞങ്ങളെല്ലാവരും വരും അവരോരോ കയ്യിൽ നിന്നുള്ള കാശുകൾ കുറേശ്ശൊക്കെ സ്വരിച്ച് കൊണ്ടുവന്ന് ചേർത്താണ് ഞങ്ങൾ എത്ര ഈ പാവം അടിച്ചു കൊടുത്തത്. നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പാവം സഹിക്കുന്ന സ്ത്രീക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കുക. ഈ പയ്യൻ ഡിഗ്രി കഴിഞ്ഞ് വന്ന് റേഷൻ കടയിൽ വന്നിട്ട് 9 മണിയാകുമ്പോഴാണ് വീട്ടിൽ വന്നെ. പുള്ളിക്കാരത്തി തൊഴിലുറപ്പിന് 346 രൂപ പണിക്കൂലി കിട്ടി. ഇവർ എന്ന് ഇതിൻ്റെ അകത്ത് നിന്ന് രക്ഷപ്പെട്ടു പോരാനാണ്. ഇനി ഭക്ഷണ സാധനങ്ങളും വീട്ടു സാധനങ്ങളുമെല്ലാം പൂട്ടിവെച്ച ശേഷം കൂലിപ്പണിക്ക് പോകാൻ കഴിയുമെന്ന ആശ്വാസത്തിലാണ് സരസമ്മ. സി മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.